മലയാള സിനിമ ചെറിയ ബജറ്റിൽ ലോകോത്തര സിനിമകൾ ഉണ്ടാക്കുന്നതിന് പേര് കേട്ടതാണ്. പക്ഷേ ചില സിനിമകൾ ആ പതിവ് തെറ്റിച്ച് കോടികൾ ചെലവഴിച്ചു. മലയാള സിനിമയുടെ സ്കെയിൽ തന്നെ ഉയർത്തി 5 വമ്പൻ ചിത്രങ്ങൾ. 5-ാം സ്ഥാനത്ത് ടെർബോ. മമ്മൂട്ടി നായകനായ ഈ മാസ് ആക്ഷൻ ചിത്രത്തിന് ഏകദേശം 70 കോടി രൂപയോളം ബഡ്ജറ്റ് ഉണ്ടായിരുന്നുവെന്നാണ് റിപ്പോർട്ടുകൾ. മലയാള സിനിമയിൽ അപൂർവമായി കാണുന്ന വലിയ ആക്ഷൻ സ്കെയിലായിരുന്നു ഇതിന്റെ പ്രത്യേകത. 4-ാം സ്ഥാനത്ത് ഗോഡ് ലൈഫ്. ബ്ലെസ്സി സംവിധാനം ചെയ്ത് പൃഥ്വിരാജ് അഭിനയിച്ച ഈ സർവൈവൽ ഡ്രാമയ്ക്ക് ഏകദേശം 82 കോടിയോളം ചെലവായി. വർഷങ്ങളോളം നീണ്ട ഷൂട്ടിങ്ങും വിദേശ ലൊക്കേഷനുകളും സിനിമയെ മലയാളത്തിലെ ഏറ്റവും വലിയ പ്രൊജക്ടുകളിലൊന്നാക്കി. 3-ാം സ്ഥാനത്ത് മരക്കാർ അറബിക്കടലിന്റെ സിംഹം. മോഹൻലാൽ നായകനായി ചരിത്ര സിനിമയ്ക്ക് ഏകദേശം 100 കോടി രൂപയായിരുന്നു ബഡ്ജറ്റ്. കടൽ യുദ്ധങ്ങളും വമ്പൻ സെറ്റുകളും കൊണ്ട് മലയാള സിനിമയുടെ സ്കെയിൽ തന്നെ ചിത്രം മാറ്റിമറിച്ചു. 2-ാം സ്ഥാനത്ത് ബറോസ്. മോഹൻലാൽ ആദ്യമായി സംവിധാനം ചെയ്ത ഈ ഫാന്റസി സിനിമയുടെ ബഡ്ജറ്റ് 100 മുതൽ 150 കോടി വരെ എത്തിയെന്നാണ് റിപ്പോർട്ടുകൾ. 1-ാം സ്ഥാനത്ത് എമ്പുരാനാണ്. പൃഥ്വിരാജ് സംവിധാനം ചെയ്ത് മോഹൻലാൽ നായകനായ ഈ ചിത്രത്തിന്റെ ബഡ്ജറ്റ് ഏകദേശം 150 മുതൽ 175 കോടി വരെ ആയെന്നാണ് റിപ്പോർട്ടുകൾ. അതോടെ മലയാള സിനിമയുടെ ചരിത്രത്തിലെ ഏറ്റവും ചെലവേറിയ സിനിമയായി ഇത് മാറിയിരിക്കുകയാണ്. ഒരു കാലത്ത് 10 കോടി ബഡ്ജറ്റ് വലിയ കാര്യമാണെന്ന് കരുതിയിരുന്ന മലയാള സിനിമ ഇന്ന് 100 കോടി കടന്ന് പാൻ ഇന്ത്യൻ തലത്തിൽ മത്സരിക്കുകയാണ്. പക്ഷെ ചോദ്യം ഒന്ന് മാത്രം, ഇത്ര വലിയ ബഡ്ജറ്റൊക്കെ ശരിക്കും സ്ക്രീനിൽ കാണുന്നുണ്ടോ, അല്ലെങ്കിൽ വെറുതെ ഹൈപ്പ് മാത്രം ഉണ്ടാക്കുന്നേ ഉള്ളൂ? നിങ്ങൾക്ക് എന്ത് തോന്നുന്നു?